ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്നാദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് വ്യത്യസ്തരായിട്ടുള്ള സമൂഹത്തെയും മനുഷ്യരെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ സംഘടനകളും പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യരെന്നുള്ള നിലക്ക് വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളുമൊക്കെ പലപ്പോഴും പരസ്പരമുള്ള വ്യക്തിഹത്യയിലേക്ക് എത്തിപ്പെടുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആളുകളെ പരിഹസിക്കുന്ന രൂപത്തിലേക്ക് അവ വഴിമാറിപ്പോകുന്നത് നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള വ്യക്തിഹത്യകളും പരിഹാസങ്ങളുമൊക്കെ മതത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വഴിമാറുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. തികച്ചും അപകടകരമായിട്ടുള്ള ഇത്തരം പ്രവണതകളെ മനസ്സിലാക്കാനും ആ രംഗത്ത് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വം, മുസ്ലിം സമുദായത്തിൻ്റെയും ഇസ്ലാമിക സമൂഹത്തിൻ്റെയും ആദർശവും അതിൻ്റെ മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കാനുള്ള സന്നദ്ധതയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് ആവശ്യമായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പോലെയുള്ള സാഹചര്യങ്ങളിൽ പരസ്പരമുള്ള വ്യക്തിഹത്യകളും പരിഹാസങ്ങളുമൊക്കെ അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നിർബന്ധമാണ്, അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും ജനാധിപത്യപരമായിട്ടുള്ള നിലപാടുകളും മതേതര കാഴ്ചപ്പാടുകളുമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ഈ ഒരു സന്ദർഭത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതിലുള്ള നമ്മുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയായി മാറുകയാണ്. പ്രത്യേകിച്ചും വോട്ട് ചെയ്യുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നത് ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് അത്യന്തം പ്രാധാന്യവും മഹത്വവുമുള്ള കാര്യമാണെന്ന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയും ഉത്തരവാദിത്വവും മറന്നുപോകുന്ന ഒരു പ്രവണതയുമുണ്ട്. ഏത് സമയത്തും പരലോകത്തെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുകയും പരലോകത്തേക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യേണ്ടതും നമ്മുടെ ഒന്നാമത്തെ ബാധ്യതയാണ്. നാം ഓരോരുത്തരും, ഓരോ വ്യക്തികളും വലിയ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടിവരാണെന്ന് ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ നമ്മളെല്ലാവരും സ്ഥാനാർത്ഥികളാണെന്നാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ. പക്ഷെ അവർ ഐഹിക ജീവിതത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്, അതിനാണ് മുഖ്യമായിട്ടുള്ള അജണ്ടയായി അവർ കാണുന്നത്. പക്ഷേ ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും, ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ബൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, പാരത്രികമായിട്ടുള്ള ജീവിതവും അതോടനുബന്ധമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള മൂല്യങ്ങളുമാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ മുന്തിയ പരിഗണന നൽകേണ്ടത് പാരത്രിക ജീവിതത്തിനാണെന്നർത്ഥം. അതോടൊപ്പം ഐഹികമായിട്ടുള്ള ജീവിതത്തെയും അതിലെ പ്രവർത്തനങ്ങളെയും മറന്നു പോവുകയും അതൊന്നും നമുക്കിപ്പോൾ പറ്റിയ പണിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പിന്മാറിക്കളയുകയും ചെയ്യുന്ന തെറ്റായിട്ടുള്ള സമീപനങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സാധിക്കണം. നമ്മുടെ കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വോട്ടുകൾ എന്ന് പറയുന്നത്. ഓരോ മുസ്ലിമിൻ്റെയും പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവൻ്റെ മരണം വരെ അവൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട നയനിലപാടുകളുണ്ട്, കർമാനുഷ്ഠാനങ്ങളുണ്ട്, വിശ്വാസപരമായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. അവ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയും കടമയുമാണ്. അവൻ്റെ ജീവിതം ആരംഭിക്കുന്നത് മുതൽ മരണം വരെയുള്ള ജീവിതത്തിൽ നന്മയായിട്ടുള്ള കാര്യങ്ങൾ, ഹൈറായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൽപ്പിക്കുകയും അവ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് നന്മയുടെ സച്ചരിതരായിട്ടുള്ള
വിശ്വാസികളുടെ മാർഗം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് എല്ലാവർക്കും ബാധ്യതയുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ പാരത്രിക ജീവിതത്തിൽ ആ നന്മകളുടെയും അഅ്മാൽ സാലിഹാത്തുകളുടെയും പ്രതിഫലം ചെറിയ അംശമാണെങ്കിൽ പോലും അവർക്ക് ലഭ്യമാകുമെന്നുള്ള സന്ദേശമാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ആരെങ്കിലും ഷർറായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ദുരന്തവും അതിൻ്റെ അവസാനവും വളരെ മോശമായിരിക്കുമെന്ന് ഖുർആൻ വിശ്വാസികളായിട്ടുള്ള ആളുകളെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള വിജയമെന്ന് പറയുന്നത് അള്ളാഹു പറയുന്നു, ഈ ഭൗതിക ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത സന്ദർഭങ്ങളിൽ അഅ്മാലു സാലിഹാത്തുകളും നല്ല പ്രവർത്തനങ്ങളും മുഖേന മരണാനന്തര ജീവിതത്തിൽ അവർക്ക് അവരുടെ തുലാസുകൾ കനം തൂങ്ങുന്നതായി അവർക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അവരാണ് ഏറ്റവും തൃപ്തികരമായ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ പാരത്രിക ജീവിതത്തിൽ അവർക്ക് സാധിക്കുക. ഏറ്റവും തൃപ്തികരമായ ജീവിതമാണ് വിശ്വാസികളുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ആ മൂല്യങ്ങളും ആ നിലപാടുകളും അങ്ങനെയുള്ള ആദർശപരമായ വ്യക്തിത്വവുമാണ് ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെന്ന് പറയുന്നത്. അതിൽ നിന്ന് അണുവിട വ്യത്യാസമില്ലാത്ത രൂപത്തിൽ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആദർശങ്ങളും കാത്ത് സംരക്ഷിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഓരോ വിശ്വാസിയും അതിന് സന്നദ്ധമാകണമെന്നാണ്. എന്നാൽ ആരുടെയെങ്കിലും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആരുടെയെങ്കിലും തുലാസുകൾ കനം തൂങ്ങുന്നില്ലെങ്കിൽ, കനം കുറഞ്ഞു പോവുകയാണെങ്കിൽ, പ്രവർത്തനങ്ങൾ നടത്തുവാൻ അവന് സാധ്യമാവുന്നില്ലെങ്കിൽ അവൻ്റെ അധികാരവും സ്വാധീനവും സാമ്പത്തികമായ സ്രോതസ്സുകളുമെല്ലാം ഉപയോഗപ്പെടുത്തി അവൻ്റെ സമയം ഉപയോഗപ്പെടുത്തി ദൈവീകമായിട്ടുള്ള മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുവാൻ അവന് സാധിക്കുന്നില്ലെങ്കിൽ അവൻ ഏറ്റവും അപകടകരമായ ഏറ്റവും പ്രയാസകരമായ നാറുൻ ഹാമിയ കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് വിശ്വാസികളായിട്ടുള്ള ആളുകളെ വിശുദ്ധ ഖുർആൻ 101 അധ്യായം 6 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഭൗതിക ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിരന്തരമായിട്ടുള്ള കൃത്രിമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വോട്ട് മറ്റൊരാൾ ചെയ്യുന്ന അപകടങ്ങൾ നമുക്ക് പരിചയമുണ്ട്. വോട്ട് ചെയ്യാൻ അർഹതയുള്ള ആളുകൾക്ക് SIR-യിലൂടെയും മറ്റ് നിരവധി സംരംഭങ്ങളിലൂടെയും അവരുടെ വോട്ടുകൾ ഒഴിവാക്കപ്പെടുന്ന ദാരുണമായിട്ടുള്ള അവസ്ഥകൾ, നമ്മുടെ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഏറ്റവും പ്രയാസകരമായ പ്രതിസന്ധികൾ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ അനുഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള പരമാർത്ഥം, എന്നുള്ള പച്ചയായ സത്യം നമ്മുടെ ആളുകൾ, യുവാക്കളും ചെറുപ്പക്കാരും മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായിട്ടുള്ള ആദർശത്തിൻ്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരുവാൻ വിശ്വാസികൾക്ക് സാധിക്കുകയും ചെയ്യണമെന്ന് ഖുർആൻ നിരന്തരമായി വിശ്വാസികളെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, കൃത്രിമങ്ങൾ കാണിക്കുന്ന ആളുകളുണ്ട്. അതേ രൂപത്തിൽ ശുപാർശകളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ആൾമാറാട്ടം നടത്തുന്നവരുണ്ട്. അതൊന്നും പരലോകത്ത് നമുക്ക് പ്രയോജനകരമായി ഭവിക്കുകയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ നല്ല രൂപത്തിൽ സത്യസന്ധമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ പാരത്രിക ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ പോകുന്ന വസ്തുതകളെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് വലതുകരങ്ങളിൽ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുമ്പോൾ സന്തോഷാധിക്യത്താൽ ആമോദത്താൽ അവർ പറഞ്ഞു പോകുമെന്നാണ്. ഈ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പാരത്രിക ജീവിതത്തിൽ വലത് കൈകളിൽ ഗ്രന്ഥം നൽകുവാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നത്. ഈ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ എൻ്റെ ഭൗതിക ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. പക്ഷെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, പ്രവാചകന്മാരുടെ വഴികൾ അന്വേഷിച്ചുകൊണ്ട്, നിരന്തരമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാക്കുണ്ട്, ഹിസാബിയ. പാരത്രിക ജീവിതത്തിൽ വിചാരണ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന അത്യധികമായ ഉത്കടമായ അഭിലാഷം എനിക്കുണ്ടായിരുന്നു. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നും വിചാരണയെ നേരിടണമെന്നുമുള്ള അടിസ്ഥാനപരമായ ഇസ്ലാമിക ആദർശത്തിൻ്റെ അച്ചുതണ്ടിലാണ്
ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ഫഹുവ ഈശത്തിർ റാദിയ. അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും തൃപ്തികരമായ, സന്തോഷകരമായ, യാതൊരു ഭയവുമില്ലാത്ത രൂപത്തിലുള്ള ആഹ്ലാദകരമായ ജീവിതം അവർക്ക് അള്ളാഹു നൽകുമെന്നാണ് ഖുർആൻ പറയുന്നത്. മറ്റൊരു വിഭാഗത്തെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്, ഇടത് കൈകളിൽ ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട ആളുകൾ ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ. നേരത്തെ പറയുന്ന ആളുകൾ ഈ ഗ്രന്ഥം എല്ലാവർക്കും വായിക്കാൻ കൊടുക്കുകയും സന്തോഷവും ആഹ്ലാദവും പങ്കിടുകയും ചെയ്യുമ്പോൾ, രണ്ടാമത്തെ വിഭാഗം പറയുന്നത്, ഈ ഒരു ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് പറയുന്ന അവസ്ഥകൾ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ ഖുർആൻ വരച്ചു കാണിക്കുകയാണ്. ഏത് ഭാഗമാണ്, ഏത് രീതിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഓരോരുത്തരും ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട കാര്യത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളായിട്ടുള്ള ആളുകളെ പഠിപ്പിക്കുന്നത്. വലം അദ്രിമാ ഹിസാബിയ. ഇങ്ങനെയുള്ള വിചാരണ അതുണ്ടാകുമെന്ന് എനിക്ക് ബോധ്യമില്ലായിരുന്നു. അങ്ങനെ വിചാരണയില്ലാത്ത രൂപത്തിൽ എൻ്റെ ഭൗതിക ജീവിതത്തിൽ തോന്നിയ പോലെ ജീവിക്കാമെന്നും ഭൗതിക ആഡംബരങ്ങളുടെ രൂപത്തിൽ എനിക്ക് മുന്നോട്ട് പോകാമെന്നും ഞാൻ ചിന്തിക്കുകയും പ്രവാചകന്മാരുടെ പാതകൾ മറികടന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ സത്യസന്ദേശം ഇല്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ ഓരോ വിശ്വാസിയും ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ആലോചനകളും ശ്രദ്ധയും വിശ്വാസികൾക്കുണ്ടാകണം. പ്രത്യേകിച്ചും തെറ്റായിട്ടുള്ള ചില സന്ദേശങ്ങൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ചില ആളുകൾ പറയാറുണ്ട്, മതമെന്ന് പറയുന്നത് അത് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് പറയാറുണ്ട്. അതേ രൂപത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മതത്തിലും ഇടപെടേണ്ടതില്ല എന്ന് പറയാറുണ്ട്. ആ രൂപത്തിൽ മതത്തെ ഒരു ഭാഗത്ത് ഒളിപ്പിച്ചു നിർത്തുകയും രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളെ മറുഭാഗത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ പള്ളിമൂലകളിൽ കേവലം ദിക്റുകളും ദുആകളും മാത്രം നടത്തിയാൽ മതി, മറ്റുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ മധ്യമ നിലയിലൂടെയാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള രംഗത്ത് നമുക്ക് എന്തുമാകാം എന്ന് പറയുന്നവരുണ്ട്. വേറെ ചില ആളുകൾ, പുതിയ യുവാക്കളും ചെറുപ്പക്കാരുമൊക്കെ അതിലൊന്നും ഇപ്പോൾ നമുക്ക് പ്രവർത്തിക്കേണ്ടതില്ല എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഇടയിലൂടെയുള്ള മധ്യമ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സാധിക്കണം. സ്വതന്ത്ര ഭാരതം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യമെന്ന് പറയുന്നത്, നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിരുന്നു, ഖലീഫ ഉമറിൻ്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ വ്യക്തിപ്രഭാവം ഉയർത്തിപ്പിടിച്ച നേതാക്കന്മാരാണ് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ. ഇന്ത്യയിലെയും കേരളത്തിലെയും നിരവധി മഹാന്മാരും പണ്ഡിതന്മാരും പരിഷ്കർത്താക്കളും ഈ സാമൂഹികമായിട്ടുള്ള രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയവരാണ്. അബുൽ കലാം ആസാദിനെ പോലെയുള്ള, വക്കം മൗലവിയെ പോലെയുള്ള, KM മൗലവിയെ പോലെയുള്ള, സീതി സാഹിബിനെ പോലെയുള്ള, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരുമാണ് നവോത്ഥാന സംരംഭങ്ങൾക്കും അതേ രൂപത്തിൽ ഈ രൂപത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും ഉയർന്ന നിലവാരത്തിലും ഈ കേരളീയ സമൂഹത്തെയും ഇന്ത്യ രാജ്യത്തെയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അത് ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അതിലൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേവലം ചില കാര്യങ്ങളിൽ മാത്രം, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം പരിമിതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ രംഗത്തും ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. അതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നീതിപൂർവകമായിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും എല്ലാ രംഗത്തും ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. രാഷ്ട്രീയ രംഗത്താകുമ്പോൾ നമുക്ക് എന്തുമാകാം, എന്തും പറയാം, എന്ത് ഡീലും പറയാം എന്ന് പറയാവുന്ന ഒരു രീതി ഇസ്ലാമിനില്ല എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്, നിങ്ങൾ നീതിയുടെ സാക്ഷികളായി നിലകൊള്ളണം. വലൗ അലാ അൻഫുസിക്കും, ഒരുപക്ഷെ നിങ്ങൾ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ എതിരായിരിക്കാം, പക്ഷേ നീതിയുടെ രംഗത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അബുൽ വാലിദൈനി ബിൽ അഖ്റബീൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായിരിക്കാം, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരായിരിക്കാം, ആർക്കെതിരായിരുന്നാലും നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെയും വിശ്വാസിയുടെയും ബാധ്യത എന്ന് പറയുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് നാം കാണുന്ന ഒരുപാട് തെറ്റായിട്ടുള്ള സമീപനങ്ങളുണ്ട്. അവിടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം. നല്ല രാഷ്ട്രനായകന്മാരായി മാറാൻ നമുക്ക് സാധിക്കണം. നല്ല രാഷ്ട്രീയ പ്രവർത്തകരായി മാറാൻ നമുക്ക് സാധിക്കണം. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏത് രംഗത്തായിരുന്നാലും, സ്ഥാനാർത്ഥികളായിരുന്നാലും, സാധാരണക്കാരായിരുന്നാലും, തൊഴിലാളികളായിരുന്നാലും,
വലിയ സാമ്പത്തിക കഴിവുള്ള ആളുകളായിരുന്നാലും ആ എല്ലാ രംഗത്തും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ചും അധികാരമെന്ന് പറയുന്നത് അമാനത്താണെന്ന് മനസ്സിലാക്കാൻ, അത് അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രവാചകന്റെ വാക്കുകൾ നമുക്കറിയാം. ഇദാ ളുയിഅത്തിൽ അമാന ഫൻതളിരി സഅ, അമാനത്തുകളെല്ലാം കളഞ്ഞു കുളിക്കുന്ന, യാതൊരു സൂക്ഷ്മതയുമില്ലാത്ത, യാതൊരു ശ്രദ്ധയുമില്ലാത്ത ഒരു കാലഘട്ടം സംജാതമാവുകയാണെങ്കിൽ ഫൻതളിരി സഅ, അവിടെ നീ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക. അങ്ങനെയുള്ള നാളുകളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അമാനത്തുകളും കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള, എല്ലാ ധാർമ്മിക മൂല്യങ്ങളും തകിടം മറിച്ചുകൊണ്ടുള്ള, എല്ലാ അഴിമതികളിൽ മുങ്ങിക്കുളിച്ച ആളുകളായി മാറുന്ന രീതിയിലേക്ക് ആളുകൾ മാറിപ്പോകുമ്പോൾ അവർ യഥാർത്ഥ മാർഗത്തിലേക്കും വിശ്വാസത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ലാ ഇമാന ലിമല്ല അമാനത്ത് ലഹു, അമാനത്തില്ലാത്തവർക്ക് ഈമാൻ ഉണ്ടാവുകയില്ല. അമാനത്തിനെ കാത്തു സൂക്ഷിക്കാത്തവർക്ക് ഈമാനുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. വലാ ദീന ലിമല്ല അഹ്ദ ലഹു, കരാറുകൾ പൂർത്തീകരിക്കാത്തവർക്ക് ദീനുണ്ട് എന്ന് പറയാനും സാധിക്കുകയില്ല. ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുണ്ട്, കൊടും പൈശാചികതകളുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ആ രംഗത്ത് അമാനത്തുകൾ കാത്തു സൂക്ഷിക്കുന്ന രംഗത്തുള്ള പരാജയമാണ് ഇസ്രായേലിന്റെ ഭീകരത നമ്മൾ കാണുന്നത്. അമേരിക്കയുടെ നഗ്നതാണ്ഡവം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും അതിന് മുൻതൂക്കം കൽപ്പിക്കുകയും ധാർമ്മികമായിട്ടുള്ള എല്ലാ അമാനത്തുകളും കളഞ്ഞു കുളിക്കുകയും ചെയ്തുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പൈശാചികതയുടെ ഏറ്റവും മകുടോദാഹരണമായി മാറുന്ന, നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന പൈശാചികതയ്ക്ക് നേതൃത്വം നൽകുന്നവർ ആരായിരുന്നാലും അവർ അമാനത്തുകൾ കാത്തു സൂക്ഷിക്കാത്തവരാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവുമായിട്ടുള്ള അമാനത്തുകളുണ്ട്, അത് കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ആരാധനകളും അനുഷ്ഠാനങ്ങളും വെള്ളിയാഴ്ച ദിവസത്തിന്റെ പവിത്രതയും എല്ലാം മനസ്സിലാക്കി ആരാധനാകർമ്മങ്ങളിലും അനുഷ്ഠാന മുറകളിലും ജമാഅത്ത് നമസ്കാരങ്ങളിലും ആളുകളോടുള്ള പെരുമാറ്റങ്ങളിലുമെല്ലാം അല്ലാഹുവിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ വിശ്വാസികളെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം നഫ്സിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. പുറമെ കാണുമ്പോൾ നല്ല രൂപത്തിൽ പെരുമാറുകയും വീടുകളിലെത്തുമ്പോൾ, കുടുംബങ്ങളിലെത്തുമ്പോൾ, ഭാര്യയോട് സംസാരിക്കുമ്പോൾ, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ തെറ്റായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നവരുണ്ട്. അത് മതത്തിന് വിരുദ്ധമാണ്, ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സമൂഹത്തോടും നമ്മുടെ രാഷ്ട്രത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ ക്രിയാത്മകമായി നിർവഹിക്കുവാനുള്ള ബോധവൽക്കരണമാണ് പ്രിയപ്പെട്ട നമ്മുടെ യുവാക്കളോട് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ചെറുപ്പക്കാരോടും സ്ത്രീകളോടും നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്ന കാര്യമായിരുന്നാലും നമ്മുടെ രാജ്യത്ത് വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ആരായിരുന്നാലും അതിനെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണവും ശക്തമായ പ്രവർത്തനങ്ങളിലും നമ്മുടേതായ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ, അത് സ്ക്വാഡ് വർക്കുകളാകാം, ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നാലും ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായി വിശ്വാസികൾ മാറണമെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാടുകൾ എല്ലാ രംഗത്തും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളും യഥാർത്ഥ വിശ്വാസിനികളുമാറ യുവാക്കളും ചെറുപ്പക്കാരുമായി മാറാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ് വലൗ അലാ അൻഫുസികും അബിൽ വാലിദൈനി വൽ അഖ്റബീൻ. നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ വിശ്വാസികൾക്കായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ഉറക്കത്തിലും ഉണർച്ചയിലും നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ യാത്രകളിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ വിവാഹ രംഗത്ത്, വിനോദങ്ങളിൽ, വിവാദങ്ങളിൽ പോലും നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം. ആളുകൾ പ്രകടന പത്രിക ഇറക്കാറുണ്ട്, പക്ഷെ അത് വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുന്നു. അതേ രൂപത്തിൽ അധികാരത്തിന്റെ ലഹരിയിൽ എല്ലാം മതിമറക്കുന്ന ആളുകളായി ഭരണാധികാരികളും മത്സരിക്കുന്ന ആളുകളുമെല്ലാം മാറിപ്പോകുന്നത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തിന് പറയുന്നു എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യമാണ് നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. അല്ലാഹുവിൻ്റെ അടുക്കൽ അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ലക്ഷ്യം സത്യസന്ധമായിരിക്കണം. ലോകത്ത് ഇസ്ലാം അല്ലാത്ത ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, മതദർശനങ്ങളുണ്ട്. അവരുടെയൊക്കെ ആവശ്യമെന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം. പക്ഷേ ഇസ്ലാമിന് അങ്ങനെ പറ്റുകയില്ല. ഇസ്ലാമിൻ്റെ മാർഗവും ലക്ഷ്യവുമെല്ലാം വളരെ സുതാര്യവും വളരെ കൃത്യവും സത്യസന്ധവുമായിരിക്കണം. പ്രത്യേകിച്ചും നമ്മുടെ നാവിൻ്റെ കാര്യമാണ്.
നാവിൻ്റെ കാര്യത്തിലുള്ള സൂക്ഷ്മത വളരെ അനിവാര്യമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. രണ്ട് കാര്യങ്ങൾ പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നുണ്ട്. മൻ യൽമനു ലീ മാ ബൈന ലിഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ഒന്ന്, നമ്മുടെ താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനാരെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ, നമ്മുടെ കാലുകൾക്കിടയിലുള്ള ഗുഹ്യസ്ഥാനത്ത് ആരെങ്കിലും സംരക്ഷിക്കുകയാണെങ്കിൽ അവന് സ്വർഗം നൽകാമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിച്ചുകൊണ്ട്, നമ്മുടെ നാവിനെ സൂക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തന പദ്ധതികളാണ് ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതിന് പകരമായി വ്യാജവാർത്തകൾ പറയുകയും ഏഷണിയും പരദൂഷണവും ആളുകൾക്കിടയിലുള്ള വിദ്വേഷ പ്രചരണവും നടത്തുന്നവർ ആരായിരുന്നാലും അവരെ ആരടി ചവിട്ടു ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ ഇരുട്ടേന്ദ്രത്തിരുത്തുവാൻ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സാധിക്കണമെന്നതാണ്. നമ്മുടെ ഓരോ വാക്കും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. അങ്ങനെയുള്ള വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും